വിദ്യാസാഗർ, ആ 4 സന്യാസിമാർ, ഇസ്കോൺ സന്യാസിമാർ ഇപ്പോഴും തടവറയ്ക്കകത്താണ് കേട്ടോ. മോചനം അത് ഉണ്ടായിട്ടില്ല. നമ്മുടെ റിപ്പോർട്ട്സ് മാത്രമാണ്. അത് അവർ ജീവിച്ചിരിക്കേണ്ടത് അതെ നമുക്കറിയില്ല. അതെ. ഇവിടെ എന്താ വക്കീലിനെ ബാപ്പ തല്ലിക്കൊന്നു. വന്നിട്ട് വിഷമം മാറ്റാന്ന് പറഞ്ഞാൽ ട്രംപ് വന്നിട്ട് കഞ്ഞി ഉണ്ടാക്കുള്ള രീതിയിൽ ഇരുന്നാൽ മിക്കവാറും ഇവിടെ ഇത് സംഗതി കൈവിട്ട് പോകും. ഓൾറെഡി കൈവിട്ട് പോയി. മോഹൻ സാറ് നല്ല അധ്യാപകനാണ്, വളരെ നന്നായി ഈ വിഷയം പഠിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും നമ്മളെപ്പോലെ വൈകാരികമായിട്ട് പ്രതികരിക്കാൻ കഴിയില്ലായിരിക്കും. ഒരു അധ്യാപകന്റെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് അദ്ദേഹം എല്ലാ ചർച്ചയിലും എടുക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അതിലൊരു അല്ല, അത് വൈകാരികത മതി. കാണുന്നത്. അല്ല, തീവ്രവാദികൾ ഇരിക്കുമ്പോൾ ഒരു മിതവാദിയെങ്കിലും വേണ്ടേ? അത് തീർച്ചയായും ഞാൻ പറഞ്ഞ ഐ റെസ്പെക്ട് ഹിസ് ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു പേഷ്യൻസും ആ ഒരു ന്യൂട്രാലിറ്റിയും ഒക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ എത്ര കണ്ടാണ് നമ്മുടെ അയൽ രാജ്യത്തുള്ള മനുഷ്യർ ഇങ്ങനെ നിരുപാധികം കൊല്ലപ്പെടുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ വാർത്തകൾ അറിഞ്ഞുകൊണ്ട് അസ്വസ്ഥത ആവാതിരിക്കുന്ന എങ്ങനെയാണ്? ആ അസ്വസ്ഥത നമുക്ക് സ്വാഭാവികമായിട്ട് വരുമല്ലോ. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഈ വിഷയത്തിലല്ല, ബംഗാളിൽ നടന്ന മമതയുടെ നേതൃത്വം നടന്ന പ്രശ്നവും ഒക്കെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്ത രീതിയോട് ഞാൻ അന്നും വിയോജിപ്പ് അറിയിച്ചിരുന്നു. കാരണം ഇവർക്കൊരു തണുപ്പൻ നയമുണ്ട്. ഐ തിങ്ക് ഹീസ് ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു ശാന്തി ദൂതന്റെ പരിവേഷം കൊടുക്കുന്നോ അത് എത്രത്തോളം ഗുണം ചെയ്യും നമുക്ക് അറിഞ്ഞൂടാ. കാരണം ചില ഘട്ടങ്ങളിൽ നമുക്ക് ശാന്തി ദൂതനേക്കാൾ ഫലം ചെയ്യും. നമ്മൾ നാട്ടിൽ പറയില്ല, നല്ല അടിക്ക് അന്തകനും പറക്കുന്നു. നല്ല അടി കിട്ടിയാൽ അന്തകനം പറക്കുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ പ്രഷറൈസ് ചെയ്യാൻ പറ്റണം. നേരത്തെ വേണു സാർ പറഞ്ഞ പോലെ ഈ പാകിസ്ഥാന്റെ സഖ്യകക്ഷികളിൽ ചിലരുടെ സമ്മർദ്ദം കാണുമായിരിക്കും. അതെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിജ്ഞ എന്ന് പറഞ്ഞത് സർവ്വ മതങ്ങളോടും സമഭാവനയാണല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഔദ്യോഗികമായ ഒരു നമ്മുടെ പ്രതിജ്ഞ എന്ന് പറഞ്ഞത് എല്ലാ മതങ്ങൾക്കും ഇവിടെ അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അനുവാദമുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊന്നും പരിധി വിട്ട് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ജനാധിപത്യ വിശ്വാസങ്ങളെ തകർക്കുന്ന ആവാനും പാടില്ല എന്നുണ്ടല്ലോ. അത്തരത്തിലൊന്നും ചിന്തിക്കാത്ത, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു എത്നിക് ക്ലെൻസിങ് വംശീയമായിട്ട് കൊന്നൊടുക്കിക്കൊണ്ട് ആളെണ്ണം കുറച്ച് തന്ത്രങ്ങളുടെ ജിഹാദി നയങ്ങളെ ഒരു ജിഹാദി സ്റ്റേറ്റ് ആക്കി ബാംഗ്ലാദേശിനെ മാറ്റാനുള്ള ശ്രമമല്ല ഇത് വ്യക്തമായി അറിഞ്ഞിട്ട് നമ്മൾ നയതന്ത്രം കളിക്കുമ്പോൾ ചെറിയൊരു വിഷമം ഒരു സാധാരണ മനുഷ്യൻ നിലയ്ക്ക് എനിക്ക് തോന്നുകയാണ്. കാരണം രാജ്യത്തിന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ശരിയാണ്, ഉപരോധം ഏർപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അവിടേക്ക് വീണ്ടും അരിയും ആഹാരങ്ങൾ എത്തിക്കുന്ന കാര്യങ്ങളിൽ നിയന്ത്രണം വരുത്തിയാൽ അപ്പൊ മോഹൻ സാർ പറയാതെ എത്ര എളുപ്പമല്ല റിപ്പർക്കേഷൻസ് ഉണ്ടാവുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അക്രമമാണ് സത്യത്തിൽ ഏറ്റവും എളുപ്പമുള്ള പരിപാടി. അതായത് വെട്ടിക്കൊല്ലുന്നത് വളരെ എളുപ്പമാണ്. വെട്ടിക്കൊല്ലരുതേ എന്ന് പറയുന്നത് റിപ്പർക്കേഷൻസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്ത, ശരിയാണ്, ഒരു പക്ഷെ അത്രത്തോളം വലിയൊരു ബൗദ്ധികമായ മണ്ഡലം എനിക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇവിടെ കൊല്ലുന്ന ജിഹാദിക്ക് കുഴപ്പമില്ല, ജിഹാദിക്കുള്ള അരി നിർത്തലാക്കുന്നത് റിപ്പർക്കേഷൻസ് ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പൊക്രാനിൽ നമ്മൾ അണുബോംബ് പരീക്ഷിച്ചപ്പോ ഉപരോധം വന്നില്ലേ? അപ്പൊ ഉപരോധം എന്ന് പറയുന്നത് അപ്പൊ അമേരിക്കയൊക്കെ ആവാം, നമുക്ക് ആയിക്കൂടാ എന്നൊക്കെ പറയുന്ന ലോകത്ത് നമ്മളിപ്പോ മറിച്ചുകൊണ്ടിരിക്കുന്ന മാതിരി വലിയ സ്ഥാനമൊന്നും ഇതുവരെ നേടിയിട്ടില്ല എന്നതുകൂടിയല്ലേ അത് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ലോകത്തെ നമ്പർ 1 ആയി എന്നല്ലേ? ആ ഒരു വാദം ശരിയല്ല എന്ന് വെക്കുന്നതാണല്ലോ അമേരിക്ക വന്നിട്ട് തൽക്കാലം കോലായിൽ ഇരുന്നാ മതി എന്ന് പറയുന്ന രീതിയിലൊരു ചർച്ച പോകുന്നത്. അതെനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഒരു കാര്യം പറഞ്ഞത്, അയൽ രാജ്യമായ ബാംഗ്ലാദേശിനെ അതുപോലെ ഈ യൂനിസിനെ ഒക്കെ ഒരു ലോകവേദിയിൽ നിയന്ത്രിക്കാനുള്ള ഒരു തരത്തിലുള്ള ശേമുഷിയും നാളിന്ന് വരെ നമ്മൾ കാണിക്കാത്തത് എന്തേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഐ ഡോണ്ട് വോണ്ട് ദം അപ്പൊ ആ രാജ്യത്തിലേക്കുള്ള എല്ലാം മുടക്കുക, അവരെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ ചോദ്യം, ലോക രാജ്യങ്ങൾക്കിടയിൽ ഈ അടുത്ത കാലത്ത് എത്രത്തോളം ഒരു അഭിപ്രായ രൂപീകരണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് എന്റെ ചോദ്യം. യൂനുസിനെ എതിർക്കുന്ന, ബാംഗ്ലാദേശിൽ നടക്കുന്ന ഈ വൃത്തികേടിനെ, നരഹത്യയെ, ഈ അക്രമത്തെ, ജിഹാദിനെ ലോക രാജ്യങ്ങൾ എത്ര രാജ്യങ്ങൾ അപലപിച്ചു എന്ന് എന്റെ ചോദ്യം. അങ്ങയുടെ അറിവിൽ ഏതെങ്കിലും രാജ്യങ്ങൾ പരസ്യമായി ഈ കാര്യത്തെ അപലപിച്ച് അറിയാമോ അനിൽജി? ഇല്ല. എന്തുകൊണ്ടില്ല? അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ നയതന്ത്രം, അല്ലെ നമ്മളിപ്പോ പത്രങ്ങളിലൂടെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ നമ്പർ 1 എന്നുള്ളത് ഒരു വെറും ക്യാമ്പയിൻ മാത്രമാണെന്ന് സംശയിച്ചു പോവാണ്. കാരണം നമ്മുടെ തൊട്ടടുത്ത രാജ്യത്ത് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സന്യാസി ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട് നമ്മുടെ രാജ്യത്തിന് ഒന്നും ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ഉപരോധം വേണ്ട, അറ്റ്ലീസ്റ്റ് വിദേശ രാജ്യങ്ങൾ, ശക്തരായ രാജ്യങ്ങളിൽ നിന്നും ഒരു സപ്പോർട്ടീവ് സ്റ്റേറ്റ്മെന്റ് പോലും വാങ്ങിയെടുക്കാൻ
പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വ്യഥ ചെറുതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. നമുക്ക് ഉടനടി അവരുടെ പൈപ്പ് ലൈൻ കട്ട് ചെയ്യണം, അവർക്ക് വെള്ളം കൊടുക്കരുത് എന്നുള്ളതല്ല പറയുന്നത്. അതും മനുഷ്യരഹിതമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇതുവരെ ഇതിനെ അപലപിച്ചില്ല? അത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാനുള്ള നയതന്ത്ര ശക്തി ഇനിയും ഇന്ത്യ കൈവരിച്ചിട്ടില്ലേ എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ, മോഹൻ സാർ അതിന് മറുപടി പറയും.